എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം rcgardenലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ മൊക്കാറയാണ്. വളരെ സുന്ദരമായ പൂക്കളല്ലേ മൊക്കാറയുടെ, വളരെ വലിയ പൂക്കളാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് ഒരു പൂവ് മാത്രമല്ല, ഇതിലിപ്പോൾ നമുക്ക് ഒരു പൂവേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ മുട്ടുകൾ വന്ന് വളരെ വലിയ നല്ല പൂവായി നല്ല ഭംഗിയായിട്ടായിരിക്കും നിൽക്കുക. മൊക്കാറയ്ക്ക് നല്ല വെയിൽ വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. വെയിലുണ്ടെങ്കിൽ അത് നല്ല ഫ്ലവർ കിട്ടുകയുള്ളൂ. തണലത്ത് വെച്ചാൽ മൊക്കാറ നല്ല രീതിയിൽ വളർന്നു പോകും, പക്ഷേ ഒരിക്കലും അതിൽ നിന്ന് പൂക്കൾ കിട്ടില്ല നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ. ഇത് വെയിലത്ത് കൊണ്ടുവച്ചതാണ് ഞാൻ. അധികമായാൽ അമൃതം വിഷം, അതാണല്ലോ പഴഞ്ചൊല്ല്. നല്ല വേരുകളൊക്കെ വന്ന് നല്ല ആരോഗ്യമായിട്ട് വളരുന്ന പ്ലാന്റാണ്. വെയിൽ കൂടിയതാണ് ഇതിന് പ്രശ്നം. അപ്പം നമുക്ക് പേടിക്കൊന്നും വേണ്ട. ഇത് വേറൊരു രീതി തണലിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. തണലിലേക്ക് മാറ്റി വെക്കുന്നാൽ നല്ല തണലായിരിക്കില്ല, എന്തായാലും അതിന് വെയിൽ വേണം. എല്ലാം നല്ല രീതിയിൽ വളർന്ന് ഇത് കണ്ടോ. ഇതിനകത്ത് ഇപ്പം നമുക്ക് 2 മുട്ട് വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു മുട്ട് കാണാമോ നമുക്ക്, ഒന്ന് ഇത്, പിന്നെ ഇതിന് ഉള്ളിൽ നിന്നൊരെണ്ണം വരുന്നുണ്ട്. അതിൻ്റെ ഇല കാരണം നമുക്ക് കാണാനില്ല. കണ്ടോ, ഇതുപോലെ ആയിരിക്കും വരുന്നത്. 3-4 മുട്ടുകൾ നമുക്ക് ഒരേ ചെടികളിൽ നിന്ന് കിട്ടി. അതെല്ലാം കൂടി ഒരേപോലെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും, നല്ല ബൊക്കൈ പോലെ ഇരിക്കും. അപ്പോൾ വെയിൽ വേണമെന്ന് പറഞ്ഞാലും ഓവറായിക്കൂടാ, അതെന്നൊരു ശ്രദ്ധിക്കുക. എന്നാൽ വെയിലത്ത് വെച്ചാൽ ഇല കരിയുന്നെന്ന് വിചാരിച്ച് ആരും കൊണ്ടുവന്ന് തണലത്ത് വെക്കരുത്. തണലത്ത് വെച്ചാൽ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് പൂ കിട്ടില്ല. ഇതിപ്പോൾ ഭയങ്കര വെയിലായിപ്പോയി, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ വെയിൽ നമുക്ക് തന്നെ അറിയില്ല. രാവിലെ 9 മണി മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5:30 മണി വരെ നല്ല വെയിലായിരിക്കും. ഇത് വെച്ചിരിക്കുന്ന ഞാൻ കണ്ടില്ലേ. ഇതെന്തിനാണ് നിങ്ങൾ ആലോചിക്കുക, ഇതെന്തിനാ ഈ മൊക്കാറ വെക്കുമ്പോൾ ഒരു പൈപ്പ് വെക്കുന്നതെന്ന്. ഈ പ്ലാന്റ് വളർന്ന് വലുതായി വരുന്നതനുസരിച്ച് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് തോന്നിയ പോലെ അത് വളർന്നു പോകും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു പൈപ്പ് ഇതിൽ സെറ്റ് ചെയ്തിട്ട് പ്ലാന്റ് വളരുന്നതനുസരിച്ച് ഇതിലേക്ക് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്ത്. ഒത്തിരി ടൈറ്റാകരുത്. ഇതുപോലെ വളരുന്നതനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഇത് കെട്ടിക്കൊടുക്കുക. ഇനി ഇത് മുകളിലോട്ട് വരുമ്പോഴത്തേനും നമുക്കറിയാം അത് കിടന്ന് ഇളകുവോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റായി എന്ന് തോന്നുമ്പോൾ അവിടെ വെച്ചൊരു കെട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ മൊക്കാറ പ്ലാന്റ് ചെയ്യേണ്ടത്. പിന്നെ മൊക്കാറയുടെ പ്ലാന്റിങ് വളരെ ഈസിയാണ് കേട്ടോ. പോട്ടിങ് വളരെ വളരെ ഈസിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഒരു സിമെൻറ്റ് ചട്ടി എടുക്കുക. ആ സിമെൻറ്റ് ചട്ടിയിൽ ഇതുപോലെ ഒരു പൈപ്പ്, സിമെൻറ്റ് ചട്ടിയോ മൺപട്ടിയോ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിമെൻറ്റ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പൈപ്പ് സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കുക. സൈഡിൽ ഡ്രെയിനേജ് ഹോൾ ഉണ്ടാവണം, അത് അടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം 2-3 ദിവസം അതിന് വെള്ളം കൊടുത്ത് ആ ഒരു പൈപ്പ് നല്ല സെറ്റാകണം. അതിനുശേഷം നമ്മളിതിലേക്ക് കരി, തൊണ്ട്, മൊക്കാരയ്ക്ക് തൊണ്ട് ഇട്ടെന്ന് പറഞ്ഞ പ്രോബ്ലം ഇല്ല. മഴക്കാലം ആകുമ്പോഴത്തേനും നമ്മളൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി. മൊക്കാരയിൽ വലിയ ഒച്ചശല്യം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ഓർക്കിഡും ഒച്ച വന്ന് അതിൻ്റെ പൂ തന്നെ മുട്ട് തന്നെ കടിച്ച് എടുത്തുകൊണ്ട് പോകും. ഇതിൽ അത്രയ്ക്ക് ഇലയ്ക്ക് കട്ടിയുള്ളതുകൊണ്ട് ശല്യം ഉണ്ടാവില്ല. അതിനുശേഷം കരിയിട്ട് തൊണ്ടും വെച്ചതിന് ശേഷം പ്ലാന്റ് അതിൻ്റെ മുകളിലേക്ക് ചുമ്മാ വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ കരി അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ പൈപ്പിലേക്ക് കെട്ടിക്കൊടുക്കുക. വളരുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലോട്ട് ഓരോ കെട്ട് കൊടുത്ത് മുകളിലേക്ക് വരിക. മൊക്കാറ എപ്പോഴും നമുക്ക് തൈയല്ല വരുന്നത്, ടോപ്പ് കട്ടിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ടോപ്പ് കട്ടിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൊക്കാറ കണ്ടോ, ഇതിൻ്റെ ഇതുപോലെ വേരുകൾ വരും. ഒരു 2 വേരെങ്കിലും വന്നാൽ അതിന് താഴെ വെച്ചായിരിക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഓർക്കിഡിന് കൊടുക്കുന്ന എല്ലാ വളവും നമുക്ക് മൊക്കാറയ്ക്കും കൊടുക്കാം. ഓർക്കിഡുകൾക്കെല്ലാം ഏത് വളം വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മളെല്ലാത്തിനും ജൈവവളം കൊടുക്കുന്നതാണ് നല്ലത് രാസവളത്തിനെക്കാട്ടിലും. പ്ലാന്റ് നല്ല ഹെൽത്തോടെ ഇരിക്കും. ഇതുപോലെ വേര് വന്ന് തിങ്ങും. വേറൊരു വേര് ഇതിൻ്റെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 2 വേര് വന്നെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യരുത്. പ്ലാന്റിൻ്റെ സൈസും കൊണ്ട് നോക്കണം. ആരോഗ്യം സൈസും നോക്കിയിട്ട് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. അല്ലെ 2 വേര് വന്നു അതിൻ്റെ ചോട്ടിൽ നിന്ന് കട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെക്കരുത്. പ്ലാന്റിൻ്റെ ആരോഗ്യം പോകും. നമുക്ക് കാണുമ്പോൾ അറിയാം പ്ലാന്റ് ഹെൽത്തി ആണോ അല്ലയോ എന്ന്. അങ്ങനെയുള്ള പ്ലാന്റിൽ നിന്ന് മാത്രമേ കട്ട് ചെയ്ത് വെക്കാവുള്ളൂ. പിന്നെ ഒരിക്കലും ഈ മുട്ട് വരുന്നതിൻ്റെ താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്യരുത്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു പൂവ് കാണാനാണ് ആഗ്രഹം. ആ പൂവ് വന്ന് വളർന്ന് വലുതായി അത് കൊഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെന്ന് തോന്നുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയ്ക്ക് കൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്